ഗ്രീഷ്മയുടെ കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമല്ല. എന്ന് വെച്ചാൽ ഇത് ഇന്ത്യയിൽ വളരെ സാധാരണമായ രീതിയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളാണ്. ഇതിനു മുമ്പും പല പെൺകുട്ടികളെയും പല ആൺകുട്ടികളെയും പ്രണയത്തിൻ്റെയും പ്രണയനൈരാശ്യത്തിൻ്റെയും പേരിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്നതാണ് അവൾക്കെതിരെയുള്ള ഏറ്റവും കഠിനമായ കുറ്റകൃത്യം. അതിൻ്റെ പേരിൽ ജീവപര്യന്തം അവൾക്ക് ഉറപ്പായും ലഭിക്കും. പക്ഷേ വധശിക്ഷ ഒരു കാരണവശാലും വരുന്ന കോടതികൾ ഒരിക്കലും നൽകാൻ പോകുന്നില്ല. അപ്പീൽ പോകുമ്പോൾ ഈ വധശിക്ഷ റദ്ദാക്കപ്പെട്ടേക്കാം. അതുപോലെ തന്നെ ഗ്രീഷ്മ മുൻ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല എന്നതും അവളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിൻ്റാണ്. അതായത് സ്ഥിരം കുറ്റവാളിയല്ല എന്ന് വെച്ചാൽ കേരള പോലീസിൻ്റെ ട്രാക്ക് റെക്കോർഡിൽ അവൾ കുറ്റവാളിയല്ല എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഇതിനു മുമ്പ് അവസാനമായിട്ട് കേരളത്തിൽ ഒരാളെ തൂക്കിലേറ്റപ്പെടുന്നത് 1900കളിലാണ്. അതൊരു റിപ്പർ കൊലപാതകിയെയാണ്. ജയാനന്ദൻ എന്നാണ് അയാളുടെ പേര്. അതിനുശേഷം ഇന്നേ വരെ ഒരു സ്ത്രീയെ പോലും തൂക്കിലേറ്റിയിട്ടില്ല. അതുപോലെ തന്നെ അവസാനമായി ഇന്ത്യയിൽ നടന്ന തൂക്കിലേറ്റൽ നിർഭയ കേസിലുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആ ഒരു കേസിൽ അത്രയും സെൻസേഷനായിട്ടുള്ള കേസായതുകൊണ്ടാണ് അതിലും വധശിക്ഷ വന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന അപ്പീൽ കോടതിയിൽ ഈ ഒരു കേസ് വധശിക്ഷയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുക എന്ന കാര്യം സംശയമാണ്.